ആലപ്പുഴ വലിയഴീക്കൽ ഭാഗത്ത് കണ്ടെയ്നർ കണ്ടെങ്കിലും അത് കരയ്ക്ക് അടിഞ്ഞിട്ടില്ല എന്നാണ് മനീഷ് മഹിബാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കോസ്റ്റൽ പോലീസാണ് അത് കടലിൽ കണ്ടു എന്ന് പറയുന്നത്. മനീഷ്, കൂടുതൽ വിവരങ്ങൾ എന്താണ്? SKN ആലപ്പുഴ കൊല്ലം ജില്ലാ അതിർത്തിയായിട്ടുള്ള വലിയഴീക്കലിലാണ് ഈ തീരം തൊട്ടു നിൽക്കുകയാണ്. തീരത്തേക്ക് അല്പസമയത്തിനകം തന്നെ ഇത് അടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കണ്ടെയ്നർ കാലി അല്ല എന്നതാണ് സംശയം. ഇത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കോസ്റ്റൽ പോലീസ് അറിയിക്കുന്നത് കാലിയല്ല, അത് ഭാരമുണ്ട്. അതായത് ഏകദേശം മുങ്ങിത്താണ് കിടക്കുകയാണ്. അതിനകത്ത് വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ കോസ്റ്റൽ പോലീസ് അറിയിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വലിയഴീക്കൽ ഭാഗത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലായിരുന്നു നേരത്തെ ഇന്നലെ രാത്രി 12:30-ക്ക് ചെറിയ അഴീക്കലിൽ ആദ്യത്തെ വെള്ള നിറത്തിലുള്ള കണ്ടെയ്നർ കണ്ടെത്തിയത്. ഇതിൻ്റെ സമീപ പ്രദേശം തന്നെയാണ് വലിയഴീക്കൽ. അവിടേക്ക് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കരയ്ക്ക് അടിയാനുള്ള സാധ്യത ഇപ്പോൾ മുന്നിൽ കാണുന്നു. ഒപ്പം തന്നെ ആലപ്പുഴ തോട്ടപ്പള്ളിയിലും അതീവ ജാഗ്രത ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. കാരണം ഈ തോട്ടപ്പള്ളി പൊഴി മഴക്കാലത്തിന് മുന്നോടിയായി തന്നെ തുറക്കാനുള്ള ക്രമീകരണങ്ങൾ, പൊഴി മുറിക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചതാണ്. പക്ഷേ നിലവിൽ ഈ കടലിൽ ഈ രാസമാലിന്യങ്ങളുള്ള ഈ കണ്ടെയ്നറുകൾ വന്നിട്ടുണ്ട് എന്നുള്ള സംശയത്തെ തുടർന്ന് അതങ്ങനെ ജലത്തിലേക്ക് വീണിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്ന് അത് കായലിലേക്ക്, കടലിലെ ജലം കായലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു മേഖലയാണ് ഈ പൊഴിമുഖം. അത് തുറന്നാൽ അതുകൊണ്ട് തന്നെ അത് കായൽ മേഖല ഒപ്പം തന്നെ കുട്ടനാട് പ്രദേശങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പൊഴി മുറിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. അങ്ങനെ തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടറുകൾ തുറന്നുകൊണ്ട് ഒപ്പം തന്നെ ഇവിടുത്തെ മണൽ വാരിക്കൊണ്ട് ആഴം കൂട്ടി ദിവസങ്ങൾ ഡിസ്റ്റൻസ് പാലിക്കുക, അല്ലാതെ ഫോട്ടോ എടുക്കാനും അങ്ങനെ വരുന്ന റിസ്ക് ആണ്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കുക. മീഡിയയിലൂടെ നിങ്ങൾ ആ ഒരു ബോധവൽക്കരണം കൊടുക്കണം. ഇത് നമ്മളതിനെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് അടുത്തേക്ക് വരാതെ എല്ലാവരും മാക്സിമം ദൂരേക്ക് മാറി നിൽക്കുക. അത് അത്രയും അടുത്തുള്ള കുടുംബങ്ങളെ ആദ്യം മാറ്റി പാർപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിലേക്ക് അടുത്തേക്ക് ആൾക്കാർ വരാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമുക്കിപ്പം നമ്പേഴ്സ് എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഒത്തിരി കോസ്റ്റിന് വന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ടകര ഹാർബറിലേക്കൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്ന മുറയ്ക്ക് നമ്മൾ ക്രെയിൻ ഉപയോഗിച്ച് അതിനെ കളക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഇപ്പം ഏറ്റവും ആവശ്യമുള്ളത് ഒന്ന് അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ആൾക്കാർ കേട്ടോ. അതൊന്ന് മെസ്സേജ് സ്പ്രെഡ് ചെയ്യണം. നമ്മൾ പോലീസും നമ്മുടെ QR ടീം, സ്ട്രൈക്കറും എല്ലാ ടീമും ഇവിടെ ഉണ്ട്. ആൾക്കാരെ മാറ്റുവാണ്. നിങ്ങളും കൂടി അതിന് അവർക്കൊന്ന് പറഞ്ഞിട്ട് മാക്സിമം ആളുകളെ ഇവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം കേട്ടോ. ഇല്ല വന്നുകൊണ്ടിരിക്കുക, ഒത്തിരി കാണാം, നമുക്ക് കടലിൽ കാണാം, ഒത്തിരി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വരുന്ന മുറയ്ക്ക് റിമൂവ് ചെയ്യാം. ശരി. കോർഡിനേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ലോക്കൽ ക്രെയിൻസ് ഉപയോഗിക്കുന്നുണ്ട്, കസ്റ്റംസും വരുന്നുണ്ട് കേട്ടോ. ശരി, താങ്ക് യു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അഞ്ജലിയാണ് സംസാരിച്ചത്. എന്തായാലും ഈ കണ്ടെയ്നർ കൂടുതലായി തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അകലം പാലിക്കണം. നമ്മുടെ ഈ ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിനാശം ഉണ്ടാകുമ്പോൾ അവിടെ ഫോട്ടോ എടുക്കാനും അവിടെ ചേർന്ന് നിന്ന് സെൽഫി എടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സ്വഭാവം മലയാളി കഴിഞ്ഞ കുറച്ച് കാലമായി വളർത്തിയെടുക്കുന്നുണ്ട്. ഈ ഡിസാസ്റ്റർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കണ്ടെയ്നർ അടുത്തേക്ക് പോകരുത്, ഇതിൽ സ്പർശിക്കരുത്, കാര്യം ഇതിൽ രാസവസ്തുക്കളുണ്ടോ എന്ന് സംശയമുണ്ട്. മാത്രമല്ല മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അത് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം വന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ നമ്മോട് പറയുന്ന ഈ സന്ദേശം ഒന്ന് പ്രചരിപ്പിക്കണം എന്ന് തന്നെയാണ്. കാരണം ആളുകൾ ഒരു കാരണവശാലും ഇതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഇത് ചാരി നിൽക്കാനോ ഇത് തൊട്ടു നോക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇതൊക്കെ നമ്മൾ നേരിടുന്ന, നമ്മുടെ ജനസമൂഹം നേരിടുന്ന ചെറിയ പ്രതിസന്ധിയാണ്. ഏതോ ഒരു പ്രേക്ഷകൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരിക്കുന്നു, എല്ലാ ദുരന്തങ്ങളും കേരളത്തിലേക്കാണല്ലോ വരുന്നത്. അതെ, നമ്മുടെ തലയിലെഴുത്താണോ എന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. ആ രീതിയിൽ ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ പ്രശ്നങ്ങൾ നമ്മെ തേടി വരികയാണ്. അതിനിടയ്ക്ക് കോവിഡിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നൊരു പ്രേക്ഷകൻ പറയുന്നു. കോവിഡ് അല്ല, തൽക്കാലം ഈ കണ്ടെയ്നറുകളുടെ കാര്യത്തിലൊന്ന് കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാര്യം പറയാം. ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ദിലീപ് കുമാർ, യഥാർത്ഥത്തിൽ ഈ അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നത് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്, അത് കൊല്ലം ഭാഗങ്ങളിലേക്കൊക്കെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തീരപ്രദേശം തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളൊക്കെ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ വലിയ ഒരു ആശങ്കയാണ്. അതുപോലെ തന്നെ ഈ മത്സ്യ മാർക്കറ്റിലേക്കൊക്കെ മത്സ്യം പോകാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഇതുമൂലം ഉണ്ടാകുമെന്നുള്ള ഭയമൊക്കെ അവർക്കുണ്ടാകും. എന്നാൽ അത്തരം അന്ധവിശ്വാസങ്ങൾക്കോ തെറ്റിദ്ധാരണകൾക്കോ കാരണമില്ല എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുന്നത്. മറ്റുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്?
SKN അല്പം മുമ്പ് കൊല്ലം ACP പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടെയ്നറുകളുടെ സമീപത്തേക്ക് പോകരുത്. കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കൊല്ലത്തിൻ്റെ വിവിധ തീരമേഖലകൾ, ശക്തികുളങ്ങരയ്ക്ക് സമീപം മദാമത്തോപ്പ്, ചവറയ്ക്ക് സമീപം പരിമണം, വലിയഴീക്കൽ, ചെറിയഴീക്കൽ തുടങ്ങിയ സ്ഥലങ്ങൾ. ഇതോടൊപ്പം തന്നെ ACP അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ട് നീണ്ടകര ഹാർബറിലേക്കും ഈ കണ്ടെയ്നറുകൾ വരുന്നുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് ഈ കണ്ടെയ്നറുകൾ കാണുമ്പോൾ കണ്ടെയ്നറുകൾ വരുന്ന സ്ഥലത്തേക്ക് പോകരുത്. കാരണം അതിൽ ഒരുപക്ഷെ മാരകമായ രാസവസ്തു അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകളാകാം. ആ കണ്ടെയ്നറുകൾക്ക് അടുത്ത് പോകരുത് എന്ന നിർദ്ദേശം അത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകിയിരുന്നതാണ്. ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യമുള്ള കണ്ടെയ്നറുകളാണെങ്കിൽ അത് വലിയ തോതിലുള്ള അപകടത്തിന് ഇടയാക്കിയേക്കും. പ്രത്യേകിച്ച് കാൽസ്യം കാർബൈഡ് അടങ്ങിയ ആ കണ്ടെയ്നറുകൾ അത് കടലിലെ ജലവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ അസറ്റലൈൻ എന്ന് പറയുന്ന അതീവ ജ്വലനശേഷിയുള്ള രാസവസ്തുവായി മാറാനുള്ള സാധ്യതയുണ്ട്. ചുണ്ണാമ്പുകല്ലും കാർബൈഡും അത് 2000 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാണ് ഈ രാസവസ്തു ഉണ്ടാക്കുന്നത്. വെൽഡിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണിത്. അതുകൊണ്ടാണ് അതീവ അപകടാവസ്ഥയിലുള്ള രാസവസ്തുവാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് സമീപത്തേക്ക് പൊതുജനങ്ങൾ പോകരുത് എന്ന നിർദ്ദേശം അധികൃതർ ആവർത്തിച്ച് നൽകുന്നത്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കൊല്ലം തീരമേഖലയിലുള്ളവരും കൊല്ലം ജില്ലയിലുള്ളവരുമൊക്കെ കണ്ടെയ്നറുകൾ വരുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ട് അവിടേക്ക് ഓടാൻ നിൽക്കരുത്. അവിടെ പോയി സെൽഫി എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഉള്ള ശ്രമങ്ങൾ നടത്തരുത്. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ അധികൃതർ ആവർത്തിക്കുന്നത്. ഇതിൻ്റെ മുൻകരുതലിൻ്റെ ഭാഗമെന്നോണം ചെറിയഴീക്കൽ അവിടെ ജനവാസ മേഖലയാണ്. അവിടെ ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ചില വീട്ടുകാരെ, ഏതാണ്ട് 5ഓളം വീട്ടുകാരെ അതിന് സമീപത്ത് നിന്ന് അധികൃതർ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിലും ഈ വരുന്ന കണ്ടെയ്നറുകൾ എന്തു ചെയ്യണം എന്ന കാര്യത്തിൽ ഇപ്പോൾ അധികൃതർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതേയുള്ളൂ. ഏതായാലും ഈ കണ്ടെയ്നറുകളെ നീക്കം ചെയ്യാനാണ് തീരുമാനമെന്നാണ് അല്പസമയം മുമ്പ് ACPയുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ വരുന്ന കണ്ടെയ്നറുകൾ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഒരുപക്ഷെ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ അധികൃതർ പറയുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കുക. ഈ കണ്ടെയ്നറുകൾ ഇപ്പോൾ കൊല്ലം തീരത്തേക്ക് കൂടുതലായി കാണപ്പെടുന്നുണ്ട്, കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അധികൃതർ അവർക്കത് ബോധ്യമായതാണ് എന്നും ACP അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 13 കണ്ടെയ്നറുകളിലാണ് ഈ രാസവസ്തു സാന്നിധ്യമുള്ളതായി നേരത്തെ ഏതാണ്ട് സ്ഥിരീകരിച്ചിരുന്നത്. ആ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നറുകൾ വരുന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് കൊല്ലം തീരത്തേക്ക് ആളുകൾ, പൊതുജനങ്ങൾ പോകരുത്, കൂട്ടമായി അങ്ങോട്ടേക്ക് പോകരുത്. അതീവ ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നാണ് പൊതുജനങ്ങൾ ചെയ്യേണ്ട കാര്യം. SKN. ഓക്കെ, ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.